പെട്ടവളായിരുന്നാലും എത്ര വലിയ നികൃഷ്ടനായ വ്യക്തിയായിരുന്നാലും ഏത് പൊക്കമുള്ളവനായിരുന്നാലും ഏത് പൊക്കം കുറുകിയവനായിരുന്നാലും എത്ര വണ്ണമുള്ളവനായിരുന്നാലും എത്ര മെലിഞ്ഞൊട്ടിയവനായിരുന്നാലും എത്ര കറുത്തവനായിരുന്നാലും എത്ര വെളുത്തവനായിരുന്നാലും എത്ര സവർണനായിരുന്നാലും ഏത് അവർണനായിരുന്നാലും ഏത് രാജാവായിരുന്നാലും ഏത് പാവപ്പെട്ട മനുഷ്യനായിരുന്നാലും ഏത് പ്രജയായിരുന്നാലും മരണത്തെ പുൽകാൻ പോയ ഇനി ഒരു സെക്കൻഡ് പോലും പിന്തിക്കുകയില്ല. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. മരണത്തിന്റെ മുഖമെത്തിയാൽ ഇനി ഒരു സെക്കൻഡ് പോലും അല്ലാഹു പിന്തിക്കുകയില്ല. ഒരു സെക്കൻഡ് പോലും അല്ലാഹു പിന്തിക്കുകയില്ല. അല്ലാഹുവേ എന്നെയൊന്ന് പിന്തിക്കണേ അല്ലാഹ്. ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അടുത്ത ഒരവധി വരെ എന്നെയൊന്ന് പിന്തിക്കണേ അല്ലാഹ് എന്ന് പടച്ച റബ്ബിനോട് നീ പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ആത്മാവ് പിടിക്കാൻ വന്ന അസ്റായിലിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. സമയമെത്തിയാൽ അല്ലാഹു പിന്തിക്കുകയില്ല. മറ്റൊരായത്തിൽ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ഇദാ ജാഅ അജലുഹാ ലാ യസ്തഖിറൂന സഅതാ വലാ യസ്തഖ്ദിമൂൻ. സമയമെത്തിയാൽ ഒരു സെക്കൻഡ് മുന്തിക്കുകയുമില്ല, ഒരു സെക്കൻഡ് പിന്തിക്കുകയുമില്ല. ആത്മാവിനെ പിടിക്കലാണ്. അസ്റായീൽ അലൈഹിസ്സലാം വന്നിരിക്കുകയാണ്. തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് എത്തുന്ന സമയമാണ്. വേദന കൊണ്ട് പൊളയുകയാണ്. നിന്റെ ശരീരത്തിന്റെ നാഡീ നരമ്പുകളിൽ ഉടക്കുമാറ് ശരീരത്തിൽ ആത്മാവിനെ പുറപ്പെടുവിക്കുകയാണ്. വല്ലാത്ത വേദനയാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, കല്ലാ ഇദാ ബലഗത്തിത് തറാഖിയ. തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് നിൽക്കുന്ന സമയം അതാ മനുഷ്യൻ വിലപിക്കുകയാണ്, വിളിക്കുകയാണ്, മനറാ. ആരാണ് എനിക്കൊന്ന് മന്ത്രി ചൂതാനുള്ളത്? എനിക്കൊന്ന് മന്ത്രി ചൂതി തരാനുള്ളത് ആരാണ്? ഈ ദുനിയാവിൽ എനിക്കൊരു പനി വരുമ്പോ, ഈ ദുനിയാവിൽ എനിക്കൊരു ചങ്കവേദന വരുമ്പോ, ഈ ദുനിയാവിൽ എനിക്ക് ശ്വാസം മുട്ട് വരുമ്പോ, ഈ ദുനിയാവിൽ എനിക്ക് പ്രഷർ കുറഞ്ഞപ്പോ, ഈ ദുനിയാവിൽ എനിക്ക് പ്രഷർ കൂടിയപ്പോ, ഈ ദുനിയാവിൽ എനിക്ക് ഷുഗർ വന്നപ്പോ, ഈ ദുനിയാവിൽ എനിക്ക് മാരകമാകുന്ന രോഗങ്ങൾ പിടിപെട്ടപ്പോ, എനിക്ക് മന്ത്രി ചൂതിയ ഖതീബ് എവിടെ? എനിക്ക് മന്ത്രി ചൂതി വെള്ളം തന്ന സയ്യിദ് എവിടെ? എനിക്ക് മന്ത്രി ചൂതി തന്നതായ ആളുകൾ എവിടെ? ഈ മരണത്തിന്റെ വേദനയിൽ നിന്ന് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരാണ്? ആരാണ് എനിക്കൊന്ന് മന്ത്രി ചൂതി തരാനുള്ളത്? വളന്ന അന്നഹുൽ ഫിറാഖ്. അവര് തന്നെ മനസ്സിലായി, ഇതാ ഈ ദുനിയാവിൽ തന്നെ ആത്മാവ് വേർപെടാൻ പോവുകയാണ്. ഒരുപാട് കാലമായി കേൾക്കുന്ന വാളാണ് ഇന്നെന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുകയാണ്. ഒരുപാട് ഉസ്താദുമാർ വന്നുകൊണ്ട് അങ്കടി മുഖറിൽ ബദർ മസ്ജിദിൽ വന്ന് പ്രഭാഷണം നടത്തിയതാണ്. അവരെല്ലാവരും മരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്രയേറെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതാ മരണത്തെ നേരിട്ട് ഞാൻ ദർശിക്കുകയാണ്, കാണുകയാണ്. ഉറപ്പായിട്ടും യാത്രയാണ്, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയാണ്. അവന്റെ മനസ്സിൽ അവൻ ഉറപ്പിക്കുകയാണ്. ഇടതുകാലിന്റെ കണങ്കാലിന്റെ മേല് വലതുകാലിന്റെ കണങ്കാല് കയറ്റി വെച്ചുകൊണ്ട് ഉരസുകയാണ്. വേദന കൊണ്ട് പൊള്ളുന്നതായ മനുഷ്യനാണ്. മരണത്തിന്റെ മുഖത്തെ കുറിച്ചാണ് പറയുന്നത്. ചെറുപ്പക്കാരാ, നീ ചിന്തിക്കുന്നുണ്ടോ? നീ മരിക്കില്ലെന്ന് ചിന്തിക്കുന്നുണ്ടോ? സഹോദരാ, നീ ചിന്തിക്കുന്നുണ്ടോ? നീ മരിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? നഊദു ബില്ലാഹ്.
എന്ന് ശാസ്ത്രം പോലും ലോകത്തോട് പറഞ്ഞില്ലേ? ഒരാള് പോലും ഈ ലോകത്ത് നിന്ന് മരിക്കാതിരിക്കുകയില്ല. ഈ ലോകത്തിന് നിലനിൽപ്പില്ല. ഈ ലോകം നശിക്കുന്നതാണ്. ശാസ്ത്രം പോലും ലോകാവസാനം വിളിച്ചോതുകയാ. അതുകൊണ്ട് മരണത്തിന് വേണ്ടി തയ്യാറാവണേ. ഒരാള് പോലും നിനക്ക് മന്ത്രി ചൂതി തരാനില്ല. ഒരാള് പോലും മരണത്തിന്റെ വേദനയിൽ നിന്ന് രക്ഷിക്കാനില്ല. തങ്ങൾ പറയുകയാണ്, ലോകത്തുള്ള സർവ്വസമുദ്രത്തിന് വെള്ളം കൊണ്ടുവന്ന് നിന്റെ വായിലേക്ക് ഒഴിച്ചു തന്നാലും മരണത്തിന്റെ വേദനയിൽ നിന്ന് ഒരൽപ്പം പോലും കുറയുകയില്ല. നിന്റെ ദാഹം ശമിക്കുകയുമില്ല. അത്രയേറെ പരവേശമാണ്, അത്രയേറെ പ്രയാസമാണ് മരണത്തിന്റെ മുഖമുഖം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വളരെയേറെ പ്രയാസമാണ്, മാനസികമായി സംഘർഷമാണ്. ലോകത്തുള്ള മുഴുവൻ ജലാശയത്തിലെ വെള്ളം കൊണ്ടുവന്ന് വായിലൊഴിച്ചു നൽകിയാലും അവന്റെ പരവേശം തീരൂല. അങ്ങനല്ലേ? ചില ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് 4-5 ഗ്ലാസ് വെള്ളം കുടിച്ചാലും നമുക്ക് ആ പരവേശം തീരലുണ്ടാവൂല. ടെൻഷനും ആദി. മരണം അങ്ങനെയാണ്.